നിങ്ങളിൽ ആരെങ്കിലും ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് യുവർ സൈൻ. വിശ്വാസത്തോടുകൂടെ ഒരു കാര്യം നമ്മൾ ആത്മാർത്ഥതയോടുകൂടെ ആഗ്രഹിച്ചാൽ അതിന് ഈ പ്രപഞ്ചം മുഴുവൻ കൂടെ നിൽക്കും എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ ഇന്ന് ഡേ 13. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും യാഥാർത്ഥ്യമാക്കൂ. എന്റെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിന്റെ ജേണിയൊക്കെ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ എല്ലാം പട്ടിക തയ്യാറാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ആഗ്രഹങ്ങളുടെ പട്ടികയിലെ ഓരോന്നും എടുത്തിട്ട് അത് യാഥാർത്ഥ്യമാക്കാനുള്ള വഴികളാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഇനി അഥവാ നിങ്ങൾ അതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ വേണേലും അതിനുള്ള സമയമാണ്. ഇനിയാണ് നമുക്ക് അതുകൊണ്ടുള്ള യൂസ് വരുന്നത്. ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ ഇന്നതായാൽ കൊള്ളാമെന്ന്? അങ്ങനെയുള്ള ആഗ്രഹങ്ങളുടെ പട്ടികയൊക്കെ തയ്യാറാക്കി വെക്കുക. ഇനിയാണ് നമ്മളുടെ ടാസ്ക്. ഈ 13ലെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലെ? നമ്മളുടെ ആഗ്രഹങ്ങളേക്ക് യാഥാർത്ഥ്യമാക്കുക. കൃതജ്ഞത കൊണ്ടാണ് നമുക്ക് എന്ത് നേടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കൃതജ്ഞതയാണ് എല്ലാത്തിൻ്റെയും മുമ്പിൽ നമുക്ക് ആദ്യം വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൽ ആദ്യം പറയുന്ന കാര്യം തന്നെ എന്താന്ന് വെച്ചാൽ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഓരോ മനുഷ്യരും അവരുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ട് ആഗ്രഹം സാധിക്കുന്നതിന് മുമ്പ് തന്നെ കൃതജ്ഞതാ പരിശീലനം നടത്താറുണ്ട് എന്നാണ് പറയുന്നത്. ആഗ്രഹം സാധിച്ചെങ്കിൽ നമുക്കത് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരിക്കും അല്ലേ? നമ്മളിൽ എത്ര പേര് ആഗ്രഹം സാധിക്കുന്നതിന് മുമ്പ് തന്നെ കൃതജ്ഞതയോടെ ഇരിക്കാറുണ്ട്? ഇതിൽ പറയുന്ന കാര്യം അത് തന്നെയാണ്. നമ്മളുടെ എന്ത് ആഗ്രഹം സാധിച്ചോ സാധിച്ചില്ലേ എന്നുള്ളത് ഇവിടെ വിഷയമല്ല. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇപ്പൊ നമ്മൾ ഓരോന്നായി എഴുതി വെച്ചിട്ടുണ്ടല്ലോ. സോ ഓരോ ആഗ്രഹങ്ങളും എടുത്തിട്ട് അത് സാധിച്ചതിന് നന്ദി. ഇതാണ് നമ്മൾ ഈ ഒരു പ്രാക്ടീസിലൂടെ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അറിയാം, മാനിഫെസ്റ്റേഷൻ അറിയാം. ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളെ ഈ വീഡിയോയിലേക്ക് ക്ലിക്ക് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. അതായത് നമ്മുടെ ഇന്നത്തെ ടാസ്ക് തന്നെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും യാഥാർത്ഥ്യമാക്കാനാണ്. നമ്മൾ ഓൾറെഡി ആഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് വരാൻ പോകുന്നൊരു കാര്യമായിരിക്കാം. നമ്മൾ ഓൾറെഡി സാധിച്ച പോലെ അങ്ങോട്ട് ഇമാജിൻ ചെയ്യണം. സാധിച്ചതിന് ശേഷമുള്ള നമ്മുടെ ആ ഒരു എക്സ്പ്രഷൻ എന്തായിരിക്കും? നമ്മൾ ആദ്യം പോയിട്ട് ആ ന്യൂസ് പറയുന്നത് ആരോടായിരിക്കും? അല്ലെങ്കിൽ വിളിച്ചു പറയുന്നതോ? അത് കഴിഞ്ഞിട്ടുള്ള അനുഭവം എന്തായിരിക്കും? അതൊക്കെ ഒന്ന് ഫീൽ ചെയ്യുക. എന്നിട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറയാം. ഇതപ്പോൾ എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാം ആകർഷണ നിയമം അനുസരിച്ച് ഒരുപോലെയുള്ളവ തമ്മിൽ ആകർഷിക്കുന്നു. അതായത് ഇപ്പൊ നമ്മുടെ മനസ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിന്റെ ഒരു പ്രതിരൂപം ഉണ്ടാക്കുക. സോ അതിലേക്ക് എത്തുന്നത് പോലെ നമ്മൾ ഇമാജിൻ ചെയ്യുക. പലരും ഓരോ വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു വിഷൻ ബോർഡൊക്കെ തയ്യാറാക്കാറുണ്ടല്ലേ? അതൊക്കെ ഇതിന്റെ ഭാഗം തന്നെയാണ്. നമുക്ക് ചിലപ്പം ഇമാജിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഓരോ ചിത്രങ്ങളൊക്കെ വെച്ച് ഒട്ടിച്ചിട്ട് അതിൽ നോക്കാറുണ്ടല്ലേ? അപ്പൊ സാധിച്ചു എന്നുള്ളത് നമുക്ക് തോന്നും. ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഈ പട്ടികയിലുള്ള ഓരോ കാര്യങ്ങളും സാധിച്ചതിന് നന്ദി, സാധിച്ചതിന് നന്ദി. ഒരിക്കലും ഇപ്പം നമുക്ക് 1 കോടി ലോട്ടറി അടിക്കണം, 1 കോടി ലോട്ടറി അടിക്കണം എന്ന് ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ ഓൾറെഡി അറിയാം, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, എന്നാലും വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് ചെയ്യാൻ പോകുന്നതെങ്കിൽ അത് അങ്ങനെ സാധിക്കണം എന്നില്ല. ചില ആഗ്രഹങ്ങളൊക്കെ നമുക്ക് തന്നെ അറിയാലോ, ഇതെന്താണ് ഞാൻ വാങ്ങിക്കും, അത് നമുക്കൊരു ഡൗട്ടും ഇല്ല. ഇതെനിക്ക് നടക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഇപ്പൊ സിമ്പിൾ അല്ലേ? ഓക്കെ, അത് നമ്മുടെ മനസ്സിലുള്ള വിശ്വാസമാണ്. കാരണം ഇതെനിക്ക് പറ്റും. പക്ഷെ 1 കോടി രൂപ മാനിഫെസ്റ്റ് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. പക്ഷെ എൻ്റെ മനസ്സിൽ 1 കോടി ഒന്നും എനിക്ക് കിട്ടാൻ പോകുന്നൊന്നുമില്ല. അങ്ങനെ കിട്ടിയെങ്കിൽ ആരായേനെ? ഇങ്ങനെയുള്ള തോട്ടുകൾ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ മാർക്കോടുകൂടെ നമ്മുടെ തലയ്ക്ക് ചുറ്റും പോയിക്കൊണ്ടേയിരിക്കും. ഈ ഒരു സമയത്ത് നമുക്ക് എത്രത്തോളം വിശ്വാസം ഉണ്ടാവും? വെറുതെ മാനിഫെസ്റ്റ് ചെയ്ത് നോക്കാം, എന്തായാലും കുഴപ്പമില്ല, അങ്ങനെ പറഞ്ഞ് എഴുതിയിട്ടൊന്നും നടക്കാൻ പോകുന്നില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ എന്ത് വിശ്വസിക്കുന്നോ അത് മാത്രമേ നടക്കുള്ളൂ. ഇനിയിപ്പോ നിങ്ങൾ എന്തൊക്കെ ഇമാജിൻ ചെയ്താലും എന്തൊക്കെ വിഷ്വലൈസ് ചെയ്താലും നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റാത്തിടത്തോളം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ മൈൻഡ് ഉള്ളിടത്തോളം നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നടക്കില്ല. അല്ലെങ്കിൽ അതിലേക്കൊന്നും ചെയ്യാൻ നമുക്ക് തോന്നില്ല. എന്തെങ്കിലുമൊക്കെ ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കതൊരു ഫീൽ വരണമല്ലോ. പക്ഷെ അത് ഫീൽ ചെയ്യില്ല, അങ്ങനെ ഒന്നും തോന്നില്ല. സോ നമ്മളുടെ ആ വിശ്വാസം നമ്മൾ ആദ്യം കൊണ്ടുവരണം. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത്, നമുക്ക് സാധിക്കും എന്നുള്ള കാര്യം എടുക്കുക. ഒറ്റയടിക്ക് അല്ലെങ്കിൽ 1 ലക്ഷം 2 ലക്ഷം രൂപ എനിക്ക് സാലറി വേണം എന്ന് പറയുന്നതിന് പുറമെ നമുക്ക് വിശ്വാസമുള്ള, എനിക്ക് കിട്ടും, എൻ്റെ സ്കില്ലിനും അല്ല എൻ്റെ ടാലന്റിനും നോളേജിനും അനുസരിച്ച് എനിക്കൊരു എമൗണ്ട് കിട്ടും എന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടാവും അല്ലേ? സോ അതിനനുസരിച്ച് നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ എഴുതി വെക്കുന്ന ഓരോ ആഗ്രഹങ്ങളും നമുക്ക് അത്രത്തോളം ആത്മാർത്ഥതയുള്ള ആഗ്രഹങ്ങളായിരിക്കണം. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരാള്, ഞാൻ ലോട്ടറി ഒന്നും എടുക്കാറില്ല. ഞാൻ വിചാരിക്കണമെങ്കിൽ 15 കോടി രൂപ ലോട്ടറി അടിക്കണം. ഞാൻ ലോട്ടറി എടുക്കാറില്ല, ഞാൻ അത് ഒന്നും ചെയ്യാറില്ല.
എനിക്ക് അത് കിട്ടുമോ എന്നുള്ളത് പോലും അറിയില്ല. അങ്ങനെ 15 കോടിയൊക്കെ കിട്ടിയാൽ ഇങ്ങനെയുള്ള കുറേ കൺഫ്യൂഷൻസ് വന്നുകൊണ്ടേയിരിക്കും. സോ നമുക്ക് നമ്മളുടെ ആ ഓരോ ആഗ്രഹങ്ങളും ഉൾക്കൊള്ളാൻ പറ്റണം. ആദ്യം നമ്മൾ ആ ഒരു രീതിയിലേക്ക് എത്തണം. അതിനു വേണ്ടിയിട്ടാണ് പല ആളുകളും പല മെത്തേഡുകൾ നമുക്കിതിന് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി നിങ്ങൾ ആഗ്രഹങ്ങളൊന്നും എഴുതാത്ത ഒരാളാണെങ്കിൽ ഒരു പേനയും പേപ്പറോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ നോട്ട് പാഡ് എവിടെയാന്ന് വെച്ചാൽ എഴുതുക. ഇപ്പം ജോലിയാവാം, ജോലി സംബന്ധിച്ചിടത്തോളം ആവാം, സാമ്പത്തികം ആവാം, ഇനിയിപ്പോൾ എന്തെങ്കിലും എക്സാം പാസ്സാവണം, അങ്ങനെയുള്ള ഓരോരോ ആഗ്രഹങ്ങളില്ലേ, എന്തൊക്കെയാണോ, വീട് വെക്കണം എന്നുള്ളതാവാം, ആ ആഗ്രഹങ്ങളുടെ പട്ടിക തന്നെ ലിസ്റ്റ് ഉണ്ടാക്കുക. ഇപ്പം നമ്മളുടെ ആഗ്രഹങ്ങൾ ഇപ്പം നിങ്ങൾ എഴുതാൻ തുടങ്ങുകയാണെങ്കിൽ എങ്ങനെ എഴുതണം എന്ന് വെച്ചാൽ, ഇപ്പം എനിക്കൊരു യൂറോപ്യൻ ട്രിപ്പ് പോകാൻ താല്പര്യമുണ്ട്. അപ്രതീക്ഷിതമായിട്ട് എനിക്ക് ലഭിക്കാനിടയായ സാഹചര്യത്തിന് നന്ദി. അസുഖം മാറി എന്നുള്ള എനിക്ക് മെഡിക്കൽ റിപ്പോർട്ട് ലഭിച്ചു. സോ ഞാൻ പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നു. നന്ദി നന്ദി നന്ദി. അല്ലെങ്കിൽ ഉയർന്ന റാങ്കോടെ എനിക്ക് പാസ്സാവാൻ പറ്റി. നന്ദി നന്ദി നന്ദി. ഓരോന്ന് എഴുതുമ്പോൾ അതാതുപോലെ ഫീൽ ചെയ്യണം. ഇപ്പം ഞാൻ വിചാരിക്കുകയാണ്, യൂറോപ്യൻ ട്രിപ്പ് പോകാൻ സാധിച്ചു, യൂറോപ്യൻ ട്രിപ്പ് പോകാൻ സാധിച്ചതിന് നന്ദി 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 എന്ന് ഞാൻ എഴുതി. അപ്പം ഞാൻ യൂറോപ്യൻ ട്രിപ്പ് പോകാൻ സാധിച്ചതിന് നന്ദി നന്ദി നന്ദി. ഈ ഒരു വിഷാദ മനോഭാവത്തോടെ എഴുതിയിട്ട് കാര്യമുണ്ടോ? യൂറോപ്പിൽ ട്രിപ്പ് പോകാൻ എൻ്റെ ഒരു ആഗ്രഹമാണെങ്കിൽ ഞാനത് സാധിച്ചെങ്കിൽ ഞാനിങ്ങനെ വിഷാദമായിട്ടാണോ ഇരിക്കുക? അല്ല, ഞാൻ വിചാരിക്കും യൂറോപ്പിലെ ട്രിപ്പ് പോകാൻ ത്രില്ലടിച്ചിട്ടിരിക്കുമല്ലേ. സോ ആ ഒരു ഫീൽ വരണം. എനിക്ക് യൂറോപ്പിലെ ട്രിപ്പ് പോകാൻ സാധിച്ചത് നന്ദി നന്ദി. നമുക്കതങ്ങനെ ഫീൽ ചെയ്യണം. അപ്പം നമ്മൾ അവിടുത്തെ ആ തണുപ്പും കാര്യങ്ങളൊക്കെ അതങ്ങനെ ഫീൽ ചെയ്യണം. മനസ്സിലായി? അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഫീൽ ചെയ്യണം. ആ ഫീലിങ്സിന് വരെ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഒറ്റ കാര്യം പറയാം, ഭാവനയാണ് യഥാർത്ഥ മാന്ത്രിക പരവതാനി. അപ്പോൾ നമ്മൾ ഭാവനയിലൂടെ എല്ലാം വിഷ്വലൈസ് ചെയ്ത് അത് ഫീൽ ചെയ്യുക. എനിക്ക് തോന്നുന്നു നമ്മളാണ് ഇതൊക്കെ അറിയാൻ ഒരുപാട് ലേറ്റ് ആയത്. ഇനിയും വൈകിയിട്ടില്ല. നമ്മൾക്ക് എന്നാണോ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞത് നമുക്ക് അന്ന് മുതൽ തുടങ്ങാം. ഇതൊക്കെ ഒരുപാട് നൂറ്റാണ്ടുകളായിട്ട് ആളുകൾ പലതരത്തിൽ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോ ജാതി മതത്തിലും വേറെ വേറെ രീതിയിലാണ് ഇതൊക്കെ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നുമുള്ളതാണ്, നൂറ്റാണ്ടുകളായിട്ടുള്ളതാണ്. ഇതൊക്കെ നടക്കുമോ, അല്ലെങ്കിൽ ഇതൊക്കെ വല്ലതും നടക്കാൻ പോകുന്ന കാര്യമാണോ എന്നൊക്കെ ആലോചിച്ചിട്ട് കൂടുതൽ കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ഇപ്പോഴും നമ്മുടെ ഭൂലോകത്തില്ലേ. ഇത് ആലോചിച്ച് തല പോകേണ്ട. നമുക്ക് ചെയ്യാവുന്ന കാര്യം വളരെ സിമ്പിൾ അല്ലേ. ഇതെല്ലാം ചെയ്യാൻ വേണ്ടി അധികം ഒരു എഫേർട്ടും നമ്മുടെ ഭാഗത്തു നിന്ന് എടുക്കേണ്ട കാര്യമില്ല. എല്ലാം ഒന്ന് നമ്മൾ ഹാപ്പി ആക്കി വെക്കാൻ നമ്മളല്ലേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുമ്പം നമ്മൾ ഹാപ്പി ആവുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ. നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാം, അതുപോലെ വിഷ്വലൈസ് ചെയ്യാം, അതുപോലെ ഫീൽ ചെയ്യാം, അതുപോലെ നന്ദി പറയാം. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് അറിയാൻ വൈകിയെന്ന്. കാരണം ഞാൻ എന്നു മുതൽ അറിഞ്ഞു തുടങ്ങിയത് അന്ന് മുതൽ ഞാൻ ചെറുതായിട്ടൊക്കെ യൂസ് ചെയ്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. പണ്ടൊക്കെ എനിക്കും നന്ദി പ്രകാശിപ്പിക്കണം എന്ന് അറിയാം, പ്രാർത്ഥനകൾ അറിയാം, എല്ലാം അറിയാമെങ്കിലും ഞാൻ പല കാര്യങ്ങളിലും മിസ്സിങ് ആയിട്ടുള്ളത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മളിത് എന്നാണോ അറിയുന്നത്, സമയം ഒട്ടും വൈകിയിട്ടില്ല. നമ്മളുടെ തുടക്കം ഇവിടെ നിന്നാണ് എന്ന് വിചാരിച്ചാൽ മതി. സോ നമ്മളിപ്പം നീണ്ട പട്ടികയായിട്ട് എടുത്തിട്ടുണ്ടല്ലോ, അതിൽ ആദ്യത്തെ ഒരു ആഗ്രഹം എടുത്തു, അത് നമ്മളൊന്ന് ഉറക്കെ വായിച്ച് നന്ദി 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 എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഫീൽ ചെയ്തു, ഈ ആഗ്രഹം നടത്തിയതിന് ശേഷം ഞാൻ ആദ്യം വിളിക്കുക ആരെയായിരിക്കും, ആദ്യം ആരുടെ അടുത്തായിരിക്കും പോവാ എന്നുള്ളത് കൂടെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. എന്തായിരിക്കും എനിക്ക് അന്നുള്ള ആ ഒരു അനുഭവം, എന്തായിരിക്കും, ഞാൻ എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുന്നത്. പല കാര്യങ്ങളും ഇപ്പോഴും നമുക്ക് നടക്കുന്നില്ല നമ്മുടെ ആഗ്രഹമെങ്കിൽ അത് വിശ്വാസമില്ലായ്മയാണ്. അതുകൊണ്ടാണ് പ്രോപ്പർ മാനിഫെസ്റ്റേഷൻ നടക്കാത്തത്. നമ്മൾ പ്രോപ്പറായിട്ടല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഡൗട്ട്ഫുൾ മൈൻഡാണ്. വിശ്വാസത്തോടുകൂടെ ഒരു കാര്യം നമ്മൾ ആത്മാർത്ഥതയോടുകൂടെ ആഗ്രഹിച്ചാൽ അതിന് ഈ പ്രപഞ്ചം മുഴുവൻ കൂടെ നിൽക്കും എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ. സോ നമ്മൾ വൈകിയിട്ടില്ല. നമുക്ക് ഇത് തന്നെയാണ് നല്ല സമയം. നമുക്ക് തുടങ്ങാം. ശരിക്കും മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് വലിയൊരു ടോപ്പിക്കാണ്. നമ്മളുടെ ജസ്റ്റ് ഇപ്പോൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഡേ 13 ആ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡേ 1 ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. അതായത് 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി, 10 റീസൺ എഴുതി, ഓരോന്നും മനസ്സിലോ ഉച്ചത്തിലോ വായിച്ചിട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഇന്നത്തെ ഡേ 13 പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ള ആഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കി, അല്ലെങ്കിൽ ഇപ്പം ചെയ്യാം, കുഴപ്പമില്ല. തയ്യാറാക്കിയതിന് ശേഷം, അല്ലെങ്കിൽ ഓൾറെഡി തയ്യാറാക്കിയത് എടുത്തതിന് ശേഷം നമ്മൾ ഓരോ ആഗ്രഹങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നു, നന്ദി 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 എന്ന് പറയുന്നു, അത് എങ്ങനെയാണ് അനുഭവിക്കുന്നതെന്നൊന്നും ഫീൽ ചെയ്യുന്നു. ആരോടാ ആദ്യം പോയി പറയാ,
അത് കിട്ടിയതിന് ശേഷം നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം എന്താണെന്നുള്ളതൊന്ന് ഇമാജിൻ ചെയ്യുക, മനസ്സിൽ ഉരുവിടുക. നന്ദി നന്ദി നന്ദി. ഒന്നിലും പ്രോപ്പറായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ചാർട്ടോ എന്തോ എടുത്താൽ നമ്മൾ സാധാരണ വിഷൻ ബോർഡൊക്കെ തയ്യാറാക്കില്ലേ, അതുപോലെ നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ ജസ്റ്റ് ഒരു പേപ്പർ കട്ട് ചെയ്തിട്ട് അതിങ്ങനെ അങ്ങനെ ഒട്ടിച്ച് വെക്കാം. അത് നോക്കുമ്പോഴെങ്കിലും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുമല്ലോ. അതിന് വേണ്ടിയിട്ട് അത് നിർബന്ധമില്ല ഈ ടാസ്കിൽ, ഞാൻ ഇപ്പൊ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ വിഷ്വലൈസ് ചെയ്യാം. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ മാന്ത്രികക്കല്ലെടുത്തു അന്ന് സംഭവിച്ചിട്ടുള്ള എല്ലാ കൃതജ്ഞതയുള്ള നല്ല കാര്യങ്ങളും ഓർത്തെടുത്ത് നന്ദി 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 എന്ന് പറയാം. അപ്പൊ ഇതാണ് നമ്മളുടെ ഡേ 13 ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ എല്ലാവരും കണ്ടിന്യൂ ആയിട്ട് എന്നെ കാണാനും ചെയ്യാനും ഒക്കെ ശ്രമിക്കുക. ഓൾറെഡി ഇപ്പൊ ചെയ്തു വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ മാജിക്കിന്റെ ആ ഒരു കിക്ക് ഉണ്ടല്ലോ, അത് കിട്ടിയിട്ടുണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഡേ 14 പ്രാക്ടീസ് നമ്മൾ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇനി കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. എല്ലാവരും ചെയ്തു നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് രൂപത്തിൽ എന്നെ അറിയിക്കണേ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ.